എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിങ്ങൾക്കെല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ രീതിയിലുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വരുന്നത് സിസ്റ്റർ ഷൈനി ജോൺ മുംബൈയിൽ നിന്നാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, മുംബൈയിലാണെന്ന് പറഞ്ഞു. പക്ഷെ മുംബൈയിലെ എവിടെയാണെന്നും എങ്ങനെ ആരുടെ കൂടാണ് താമസിക്കുന്നതെന്നൊക്കെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് കർത്താവിന്റെ ദാസി. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങൾ മുംബൈയിലെ ഉല്ലാസ് നഗർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് അസംബ്ലീസ് ബോർഡിലെ പാസ്റ്ററാണ്, പാസ്റ്റർ ടി ജി ജോൺ. അമർനാഥ് എ ചർച്ചിലെ പാസ്റ്ററാണ്. ഞാന് ഒരു സ്കൂൾ ടീച്ചറാണ്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത കുട്ടി ഗ്രേഷ്യസ് മോളാണ്, മാരീഡാണ്. സെക്കൻഡ് മോന് MSc പഠിക്കുന്നു, പ്രഷ്യസ് മോൻ. ലാസ്റ്റ് 9th പഠിക്കുന്നു, ജിസ് മോൻ. ഞങ്ങളുടെ ദൈവകൃപയാല് ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ ഇഷ്ടം പോലെ കർത്താവ് വായിക്കുന്നിടത്ത് പോവുകയും കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യും. കർത്താവിനെയും ദേവദാസിയെ കുടുംബമായി സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന്റെ സാക്ഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, പ്രിയ കർത്താവിന്റെ ദാസി ഷൈനിയുമായി കർത്താവെ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കർത്താവെ ഷെയർ ചെയ്യേണ്ടതിന് കർത്താവിന്റെ ദാസിയെ കൂട്ടി വരുന്നതിനുമായി സ്തോത്രം. കർത്താവെ വിവിധ തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കർത്താവ് അറിയുന്നല്ലോ. ഹല്ലേലൂയ. ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ശരീരത്തിനെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാം കർത്താവെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുടെ അറിവിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും ഷെയർ ചെയ്താൽ. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ ജോയ്സ് ടിവിക്ക് വേണ്ടി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ പ്രിയ സിസ്റ്റർ റേച്ചൽ സിസ്റ്ററിനോടൊപ്പം ഇന്ന് എന്റെ കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം എന്റെ ചെറുപ്പകാലം മുതൽ അനുഭവിച്ചറിയാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. കഷ്ടത്തിലായിരുന്ന അനേക സന്ദർഭങ്ങളിൽ കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ എനിക്ക് അനുഭവിക്കാനായിട്ട് കർത്താവ് എന്നെ ഇടയാക്കി. ഇപ്പോഴും ഞാൻ ഒരു കഷ്ടത്തില് കൂടെ കടന്നു പോകുന്ന ഒരാളാണ്. എന്റെ കണ്ണിന് 35% ഒരു കണ്ണിന് കാഴ്ചയുള്ളൂ, ഒരു കണ്ണിന് 50% കാഴ്ചയുള്ളൂ. എങ്കിലും കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ജോലി വിട്ടിട്ടില്ല. ഇന്ന് ഞാൻ ട്രെയിനിൽ പോയുന്ന സമയത്തും കർത്താവ് എന്നോട് സംസാരിച്ചു, കുഞ്ഞെ എനിക്ക് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ഇന്നതൊക്കെയാണ്. ഞാൻ അതെന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അതൊരു വലിയ സാക്ഷ്യമായിട്ട് പുറത്തു വരാൻ കർത്താവ് എന്നെ പണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ റോമൻ കാത്തലിക് കുടുംബത്തിൽ നിന്ന് എന്റെ മാതാപിതാക്കൾ കർത്താവിനെ അറിഞ്ഞു. ഹല്ലേലൂയ. ആ അറിഞ്ഞ മാതാപിതാക്കൾക്ക് ഹല്ലേലൂയ അനേക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു. അവരുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് അവർക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. കാരണം അന്നത്തെ കാലത്ത് പെന്തക്കോസ്ത് വിശ്വാസികൾ വളരെ ചുരുക്കമാണ്. ആ സമയത്ത് കർത്താവിനെ സ്വീകരിച്ച് ഇറങ്ങിയവർക്ക് ആരും സപ്പോർട്ട് കൊടുക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഇടമില്ലായിരുന്നു. എന്നാൽ ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പാസ്റ്റർ അദ്ദേഹത്തിന് താമസിക്കാനുള്ള പാഴ്സനേജിലാണ് ഞങ്ങളെ ദീർഘവർഷങ്ങൾ താമസിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ദീർഘവർഷങ്ങൾ ഞാൻ പാഴ്സനേജിൽ താമസിച്ചത് കൊണ്ട് എന്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനും അത് നിമിത്തം കാരണമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പാഴ്സനേജിൽ താമസിച്ചിരുന്നപ്പോൾ ഹല്ലേലൂയ വിശ്വാസികളൊക്കെ ആരാധനയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകും. പാസ്റ്ററും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കൂട്ടായ്മ കഴിയുമ്പോൾ തിരിച്ചു പോകും. എന്നാൽ ആ പാഴ്സനേജിൽ പാർത്തിരുന്ന ഞാന് ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് എന്നും അനുഭവിക്കാൻ പറ്റുമായിരുന്നു.
അന്നൊരു സ്കൂൾ കുട്ടിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. പഠിക്കാനായിട്ട് ചർച്ചിന്റെ ഹോളിൽ ഹല്ലേലൂയ കയറിയിരുന്ന ഞാൻ പഠിക്കും. അപ്പോഴ് ആ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, എന്റെ സതീഷ് തോമസ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇവിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. നമ്മൾക്ക് രണ്ട് പപ്പയുണ്ട്. ഒരു പപ്പ ഭൂമിയിലുണ്ട്, ഒരു പപ്പ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭൗതിക പിതാവിന് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പനോട് ചോദിച്ചോളൂ. സ്വർഗത്തിന്റെ അപ്പന്റെ പക്കൽ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുനാളിൽ ഞാനതൊരു പാഠമായിട്ട് ഹല്ലേലൂയ എന്റെ മനസ്സിൽ ഞാനത് എഴുതി. എനിക്ക് സ്വർഗത്തിലെ ഒരു അപ്പനുണ്ടെന്നുള്ള ഒരു അറിവ്, അതൊരു പുതിയ അറിവായിരുന്നു. ഞാനത് ഹൃദയംഗമായി അംഗീകരിച്ചു. ആ യേശുപ്പനെ ഹല്ലേലൂയ ഹൃദയംഗമായി ഞാൻ സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്റെ സ്വന്തം പിതാവിനെ ഞാൻ അപ്പച്ച എന്നായിരുന്നു വിളിക്കുന്നത്. സാധാരണ ഗ്രാൻഡ് ഫാദറിനെയാണ് കുട്ടികളെ വിളിക്കുന്നത്. യേശുവിനെയാണ് ഞാൻ പപ്പ എന്ന് വിളിച്ചിരുന്നത്. അത്രയേറെ ആ ദൈവത്തെ ഹല്ലേലൂയ ഞാൻ സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്വന്തം പൈതലായിട്ട് ഹല്ലേലൂയ കർത്താവിനെ ഞാൻ സ്നേഹിച്ചു. കർത്താവിനോട് ഞാൻ സംസാരിക്കുമായിരുന്നു. ആ പാഴ്സനേജിൽ കയറിയിരുന്നപ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയായിട്ട് ഞാൻ അനുഭവിക്കുമായിരുന്നു. ഹല്ലേലൂയ. എക്സാമിന് ഒക്കെ വരുമ്പോൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ എന്റെ കർത്താവിനോട് ചോദിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു പപ്പയ്ക്കും മോൾക്കും തമ്മില് ഹല്ലേലൂയ അതിന് ഇടയ്ക്ക് ഒരു തടസ്സമില്ലല്ലോ. ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ എന്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു. പഠിക്കാൻ ബുദ്ധിയില്ലാത്ത എനിക്ക് ഹല്ലേലൂയ തീരെ പഠിക്കാൻ ബുദ്ധിയില്ലായിരുന്നു എന്നെ ഒരു MA BEd ടീച്ചറാക്കാൻ ഹല്ലേലൂയ കർത്താവ് കാണിച്ച സ്നേഹം എത്ര വലിയതാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹം അത്ര വലുതാണ്. ഞാൻ എക്സാമിനായിട്ട് പുസ്തകം എടുത്ത് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ അപ്പന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്, യേശപ്പന്റെ കൂടെ. ഹല്ലേലൂയ. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ എന്നോട് അധ്യാപകർ ചോദിക്കും, ഷൈനി മോൾ എവിടാണ്, ഏത് കോളേജിലാണ് ട്യൂഷന് പോകുന്നത്? ഞാൻ അന്നേരം എങ്ങും ട്യൂഷന് പോകുന്നില്ല. ഞാൻ പറയും വീട്ടിലാണ് എന്ന്. അവർ വിചാരിച്ചു എന്റെ പപ്പയാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. ഹല്ലേലൂയ. എന്റെ യേശു പപ്പയാണ് എനിക്ക് ഹല്ലേലൂയ പഠിപ്പിച്ചത്, എനിക്ക് പഠിപ്പിച്ചു തന്നത്. എനിക്ക് ഹല്ലേലൂയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസർ ഹല്ലേലൂയ എന്റെ കർത്താവ് ഹല്ലേലൂയ എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഹല്ലേലൂയ എന്റെ പഠന കാര്യങ്ങളിൽ എല്ലാം ഹല്ലേലൂയ കൈത്താങ്ങും എന്റെ കർത്താവ് തരുമായിരുന്നു. ഹല്ലേലൂയ എനിക്ക് അറിയത്തില്ലാത്ത ഹല്ലേലൂയ കോൺസെപ്റ്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വിശ്വസിക്കണം. അതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടാണ് ഇന്നൊരു വലിയ സാക്ഷ്യമായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ട്രെയിനിൽ പോയപ്പോഴേ പെട്ടെന്ന് ഓർമ്മ വന്നു എന്നോട് ഹല്ലേലൂയ എന്റെ അടുത്തിരിക്കുന്ന ആളെ എന്റെ കണ്ണിൽ നോക്കിയിട്ട്, എന്റെ കണ്ണ് എനിക്ക് തീരെ തുറക്കാൻ പറ്റില്ല കേട്ടോ. ഹല്ലേലൂയ എന്റെ കണ്ണ് തീരെ തുറക്കാൻ പറ്റില്ല. ആ തീരെ തുറക്കാൻ പറ്റില്ലാത്ത അടുത്തിരുന്ന സ്ത്രീ നോക്കിയിട്ട് എന്നോട് പറയും, നിങ്ങള് വലിയൊരു കഷ്ടമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ന്. നിങ്ങൾ ഒത്തിരി കഷ്ടകാലമാണ് നിനക്കെന്ന്. ഹല്ലേലൂയ. അപ്പോഴേ കർത്താവിന്റെ മനസ്സിൽ പറഞ്ഞു ഹല്ലേലൂയ പെട്ടെന്ന് തന്നെ അവരുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കർത്താവിന്റെ മനസ്സിൽ പറഞ്ഞു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിളിപ്പിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. എന്റെ മനസ്സ് ഒരു മിനിറ്റ് പോലും ഭാരപ്പെടാന്, നിങ്ങൾക്ക് ഒത്തിരി കഷ്ടകാലമാണ് നിങ്ങളുടെ കണ്ണി നോക്കിയിട്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മിനിറ്റ് പോലും ഞാൻ വിഷമിച്ചിരിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. വചനം തന്ന് ഹല്ലേലൂയ എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പാഴ്സനേജിലായിരുന്നപ്പോൾ എന്റെ കർത്താവിന്റെ സ്നേഹം ഒത്തിരി അനുഭവിച്ചതാ. അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനും അത് നിമിത്തമാണ് ഇടയായത്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഞങ്ങൾ ദീർഘനാളുകൾ പാഴ്സനേജിൽ താമസിച്ചു. ഹല്ലേലൂയ. അന്ന് വിശ്വാസികളൊക്കെ കൊണ്ടുവന്ന അരിയൊക്കെ കൊണ്ടുതരുമായിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടാണ് വളർന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവെ ആ സാന്നിധ്യം എന്റെ ആയുഷ്കാലം മുഴുവൻ എനിക്ക് അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം തരണേ. അല്ലെങ്കിൽ എന്നാൽ കന്യാസ്ത്രീയായിട്ട് പോകാനായിട്ട് നേർന്ന് ഞാന് എന്റെ പപ്പയ്ക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇനി നമ്മൾക്ക് ഇവിടെ കന്യാസ്ത്രീയാകാൻ വിടാൻ പറ്റുമോ. എന്നാൽ നമ്മുടെ പാസ്റ്റർ പറഞ്ഞു കൊടുത്തു, നമ്മൾക്ക് കന്യാസ്ത്രീ ഒന്നും പെന്തിക്കോസ്ത് കോളത്തിലില്ല, പാസ്റ്ററിന്റെ വൈഫാക്കണം. അങ്ങനെയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അപ്പോഴെന്റെ പിതാവ് പറയുമായിരുന്നു, കർത്താവിന്റെ വേല എന്നുള്ളത് ഒരു ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായിട്ടുള്ള ജോലിയല്ലേ. അതുകൊണ്ട് ഇവളെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു പാസ്റ്റർ ആൻഡിയാക്കാം. എന്നാൽ ഇവൾക്ക് ഏറ്റവും കുറഞ്ഞത് MA BEd വിദ്യാഭ്യാസം ഇവൾക്ക് വേണം. ഏറ്റവും കുറഞ്ഞ യോഗ്യതയാണ്. കാരണം കർത്താവിന്റെ വേല ഏറ്റവും ശ്രേഷ്ഠകരമായതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയാണ് കർത്താവിന് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. എന്റെ പിതാവ് അങ്ങനെ ഹല്ലേലൂയ അന്ന് സമർപ്പിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ
2, 3 മാർക്ക് വാങ്ങിയിട്ട എനിക്ക് എന്റെ കർത്താവിന്റെ സപ്പോർട്ട് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്തിനാണെന്നോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഇറക്കാൻ എന്റെ പപ്പയുടെ ആഗ്രഹപ്രകാരം, എന്റെ സ്വന്തം പിതാവിന്റെ ഹല്ലേലൂയ ആഗ്രഹ പ്രകാരം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കാന് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ എന്റെ പഠനകാര്യങ്ങളിൽ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഞാന് അഭിഷേകം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാനായിട്ട് എക്സാമിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആരോടും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഞാനും എന്റെ യേശുപ്പായും തമ്മിലുള്ള ബന്ധമാണത്. ആരോടും പറഞ്ഞിട്ടില്ല. യേശുപ്പ അവിടുത്തെ ഹല്ലേലൂയ കൃപയാല് അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദേവിദാസന് ഹല്ലേലൂയ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്റെ കുഞ്ഞെ, നീ ആ ഭൗതികമായിട്ടുള്ള ഒരു നന്മകളും ആഗ്രഹിക്കാതെ ആത്മീക വരങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വലിയൊരു അഭിഷേകം, ആർക്ക് കൊടുക്കാത്ത അഭിഷേകം. ഹല്ലേലൂയ. ആ ദൈവശക്തി എന്നിൽ പകർന്നു. ഹല്ലേലൂയ. അഭിഷേകം വേറെയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെ ഹല്ലേലൂയ എന്റെ മൺകൂടാരത്തിൽ പകർന്നു. ഹല്ലേലൂയ. ഞാൻ അന്ന് വരെ സ്പോർട്സിന് ഏറ്റവും ബാക്കിലാണ് ഫസ്റ്റ് കിട്ടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ അഭിഷേകം പ്രാപിച്ചതിന് മുമ്പിൽ അതിനുശേഷം ഞാൻ എന്നൊക്കെ സ്പോർട്സിന് പോയോ, ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസിന് പങ്കെടുത്തോ അതിനെല്ലാം ഫസ്റ്റ് വാങ്ങിക്കാറുണ്ട്. റണ്ണിങ് റേസ് ആണെങ്കിൽ മറ്റുള്ളവരെ എല്ലാം കടന്ന് ഒരു 2 മീറ്റർ മുന്നിലാണ് ഞാൻ അല്ലെങ്കിൽ ഫസ്റ്റ് അടിച്ചെത്തുന്നത്. അത് ടീച്ചർ ആയിരുന്നപ്പോൾ പോലും ഈ ലാസ്റ്റ് സമയത്ത് ഞങ്ങൾ ദുബൈയിലായിരുന്നപ്പോൾ ചർച്ചയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഏതൊക്കെ സ്പോർട്സ് ഐറ്റത്തിന് ചെയ്താലും അതിനെല്ലാം ഫസ്റ്റ് കിട്ടുമായിരുന്നു. അത് അഭിഷേകം നമ്മുടെ മേൽ പകരുമ്പോൾ കർത്താവിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടെ നമ്മുടെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ. ആ ശക്തിയും കൂടെ നമ്മൾ പ്രാപിക്കണം. കർത്താവിന് വേണ്ടി ഓടാനും അധ്വാനിക്കുവാനും ഉള്ള ബലം കർത്താവ് നമ്മുടെ മൺകൂടാരത്തിൽ പകരം, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പഠിച്ചു. ഹല്ലേലൂയ. എന്റെ ഓരോ എക്സാമിലും ഹല്ലേലൂയ ശത്രുവാമിനെ തകർത്ത് കളയാൻ ശ്രമിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ പൈതലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ അല്ലെങ്കിൽ പൊന്നുമകളാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഓരോ എക്സാം വരുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ രോഗിയാകുമായിരുന്നു. എന്നാൽ ഇതുവരെ ഹല്ലേലൂയ പഠിച്ചു, ഈ MA BEd വരെ പഠിച്ചു, ഒരു ക്ലാസ്സിലും എനിക്ക് ഫെയിലാകുവാനോ കുറഞ്ഞ മാർക്ക് വാങ്ങിക്കാനോ ദൈവം അനുവദിച്ചില്ല. അനേക സന്ദർഭങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് എക്സാം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ എക്സാം എഴുതുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഒരിക്കൽ ഇന്ന് ഓർക്കുന്നു, ഞാൻ പ്രീ ഡിഗ്രിയുടെ എക്സാം പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ അന്നേരം ഇടി വെട്ടി. ഹല്ലേലൂയ. ഇടി വെട്ടി ഞാൻ ജനറലിന്റെ അടുത്ത് നിന്ന് പഠിച്ചപ്പോൾ അപ്പോഴും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കി. അവരൊക്കെ ഓവർ ഡോസ് മരുന്നൊക്കെ തന്നു. എനിക്കൊരു ഓർമ്മ പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്ക് പഠിക്കാന്, ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് എക്സാമിന് പോവുക, എനിക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു നോട്ട്ബുക്ക് പോലുമില്ല. പേരൻസിന് അറിഞ്ഞുകൂടാ ഏതാണ് ബുക്കെന്ന്. അല്ലെ എന്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ പഠിച്ചുകൊണ്ടിരുന്ന ആ പേപ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ പ്രാക്ടിക്കലിന് ഏകദേശം 40 എക്സ്പെരിമെന്റ് നമ്മൾ പഠിക്കണം. അതിൽ ഒരെണ്ണേ എക്സാമിന് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പറേ ഉള്ളൂ, ഈ ഒരെണ്ണം ഞാൻ നന്നായിട്ട് പഠിക്കും, ഇത് തന്നെ എനിക്ക് എക്സാമിന് കിട്ടാൻ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ സ്വർഗത്തിലെ അപ്പരെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. ഞാൻ അതിന് ആ ഒരെണ്ണം മാത്രം നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോയി. 39 ഇനി പഠിക്കാനുണ്ടായിരുന്നു. കാരണം എന്റെ കയ്യിൽ ബുക്കില്ലായിരുന്നല്ലോ. ഞാൻ ലൈനിൽ നിന്നപ്പോ എന്റെ കർത്താവിനോട് പറയാ, കുഞ്ഞെ നീ ഈ ലൈൻ ഇവിടെ നിന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് പ്ലേസിൽ പോയി നിൽക്കാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട് മനസ്സിൽ പറഞ്ഞനുസരിച്ച് ഞാൻ ആ ലൈന് സെക്കൻഡ് ലാസ്റ്റ് ആളായിട്ട് പോയി നിന്നു. കാരണം ഓരോ പ്രാക്ടിക്കൽ എക്സാം ഹോളിൽ നമ്മൾ കയറുമ്പോഴേ ഓരോ ക്വസ്റ്റിനെ അത് കമഴ്ത്തി വെച്ചിരിക്കും. അത് എടുത്തു കഴിയുമ്പോഴേ ഇന്ന ക്വസ്റ്റിൻ ആണ് നമുക്ക് അറിയത്തുള്ളൂ. അന്ന് ഞാൻ ആ സെക്കൻഡ് ലാസ്റ്റ് നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് ഏതാണെന്നോ, മാപ്പിംഗ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് പോൾ പോയിന്റ് നോർത്ത്. ആ എക്സ്പെരിമെന്റ് ആണ് ഞാൻ പഠിച്ചത്. അത് തന്നെ എനിക്ക് എക്സാമിന് കിട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് തന്നെ ഫുൾ മാർക്ക് 1-2 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതല്ലാതെ അന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, എന്റെ വിദ്യാഭ്യാസത്തിൽ ഉടനീളം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അത് സ്വന്തം കഴിവുകൊണ്ടൊന്നുമല്ല പഠിച്ചത്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സ്നേഹമാണ്. കാരണം എന്നാൽ എനിക്ക് BSc കഴിഞ്ഞപ്പോൾ MScക്ക് അഡ്മിഷൻ കിട്ടിയില്ല. എന്റെ ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടി, ഞാൻ ജയിച്ചു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് MScക്ക് അഡ്മിഷൻ കിട്ടാത്തത്.
ഞാൻ പല പ്രാവശ്യം നോക്കി. ഭരണങ്ങാനം അൽഫോൻസ കോളേജിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. പല പ്രാവശ്യം പോയി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതിന്റെ എന്തുകൊണ്ടാണ് കിട്ടാത്തത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ദൈവദാസനിലൂടെ എന്നോട് പറയുകയാണ്, കുഞ്ഞെ, നിനക്ക് ഇന്നും അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് നിനക്ക് MSc അഡ്മിഷൻ കിട്ടാത്തത്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ ആ വഴി ബ്ലോക്ക് ആക്കിയതായിരുന്നു. കാരണം നിന്റെ പിതാവിന്റെ ആഗ്രഹം അതായിരുന്നു, MA BEd വരെ പഠിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ MSc ആ ലെവൽ മാറ്റിയിട്ട് MAക്ക് നിനക്ക് അഡ്മിഷൻ തന്നതെന്ന്. ഹല്ലേലൂയ. എന്റെ പിതാവ് കർത്താവിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ MA ഇംഗ്ലീഷിന് ചേരാൻ കർത്താവിനെ ഇടയാക്കി. ഹല്ലേലൂയ. എല്ലാ ഇടങ്ങളിലും എനിക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. BEdനൊക്കെ പോകുമ്പോൾ ഹല്ലേലൂയ എനിക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന സ്ഥാനത്ത് എന്റെ കർത്താവിന്റെ ക്ലാസ് ടീച്ചറിനോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ടീച്ചറിന്റെ കഴുത്തിലെ 5 പവന്റെ മാല എനിക്ക് പണയം വെക്കാൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസിയായി ഞാൻ ഈ മാല കൊണ്ട് എങ്ങനെ പണയം വെക്കും? എന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ടീച്ചർ തന്നതാണെന്ന് പറഞ്ഞു അവിടെ കൊണ്ട് പണയം വെക്കാന്, ഫീസ് അടച്ച് പഠിക്കാൻ. അല്ലെങ്കിൽ അതെല്ലാം എന്റെ കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു. അല്ലെങ്കിൽ എന്റെ ഭൗതിക പിതാവിന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ കർത്താവ് അത് സപ്പോർട്ട് ചെയ്തു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹം ഒത്തിരി വലുതാണ്. ജീവിതത്തിൽ ഉടനീളം എന്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാനാണ് ഇടയായി തീർന്നു. ഞങ്ങൾ താമസിച്ച പാഴ്സനേജില് അല്ലെങ്കിൽ ലാസ്റ്റില് വർഷങ്ങൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ പാസ്റ്ററിന് ട്രാൻസ്ഫർ ആയി. അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചിൽ പോകുമ്പോൾ പുതിയ പാസ്റ്ററിന് അവിടെ താമസിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു സ്ഥലമില്ല. റെന്റ് റൂമിന് പോയാൽ അവിടെ കൊടുക്കാനായിട്ട് വഴിയില്ല. അങ്ങനെ ഒരു വരുമാനമില്ല. അപ്പോഴേ ദേവിദാസൻ ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴിതൊരുക്കും. ഞാനല്ല നിങ്ങളെ വിളിച്ചത്, കർത്താവാണ് നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ ദിവസം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി. ഞങ്ങള് അല്ലെങ്കിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചതുമായ തൊട്ടടുത്ത് ഒരു 7 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് പൈസ ഞങ്ങളുടെ കയ്യിൽ തന്നു. ഹല്ലേലൂയ. അത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം സമയമെടുക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ റിസൾട്ട് MA BEd പഠിച്ചു കഴിഞ്ഞ റിസൾട്ട് വരുന്നതിന് മുന്നേ ഹല്ലേലൂയ എന്റെ മാതാപിതാക്കള് ഹല്ലേലൂയ ഒരു ദേവിദാസനെ കൊണ്ട് തന്നെ വിവാഹം ആലോചിച്ചു. അല്ലെങ്കിൽ വിവാഹം നടത്തി. കാരണം എത്രയും പെട്ടെന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ ഇവിടെ വേർതിരിക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അന്ന് എന്റെ ഹസ്ബൻഡ് ബോർവില്ലി അസംബ്ലീസ് കോഡിലെ പാസ്റ്റായിരുന്നു. എന്നാൽ അങ്ങനെ പാസ്റ്റായിരിക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് ദുബൈയിലേക്ക് കടന്നു പോകാനുള്ള വിസ ഒരുക്കി. ഹല്ലേലൂയ. എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. എന്നാൽ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾക്ക് ദുബൈയിൽ പോയാലും കർത്താവിന്റെ വേല ചെയ്യാമല്ലോ, ജോലിയും ചെയ്യാം. എന്റെ ഹസ്ബൻഡ് അവിടെ പോയി സ്വന്തമായിട്ട് ഹല്ലേലൂയ ഒരു കമ്പനി തുടങ്ങി. ഭാരത് ടെക്നിക്കൽ സർവീസ് LLC അതിന്റെ ഉടമസ്ഥനായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ഭാഗികമായി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, തുടർമാനമായി ആരൊക്കെ ദൈവദാസന്മാർ അവിടെ വരുന്നോ അവരെല്ലാം ഞാൻ എണ്ണിട്ടുണ്ട്. 28 പേര് ഹല്ലേലൂയ ആലോചന പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണം. നോർത്ത് ഇന്ത്യയില് ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ വിട്ടേച്ച് പോകുന്ന അവിടേക്ക് തന്നെ പോയി കർത്താവിന്റെ വേല ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പറഞ്ഞു അവസാനം ഹല്ലേലൂയ ലാസ്റ്റിൽ കർത്താവ് ഒരാളെ അയച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ബിജു, എനിക്കറിഞ്ഞുകൂടാ, അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. ബിജു എന്ന് പറഞ്ഞ ഒരു ദേവദാസനാണ് വന്നത്. വന്നിട്ട് എന്റെ ഹസ്ബൻഡോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്ത്? നിങ്ങളുടെ പേര് ജോൺ എന്നാണോ? അപ്പോഴേ എന്റെ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ വീട്ടിലെ പേര് മോനച്ചൻ എന്നാണോ? ഹല്ലേലൂയ. അപ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയിൽ ഒരു വർക്കർ ഉള്ളത് മോനച്ചൻ. അല്ല, നിങ്ങളുടെ പപ്പയുടെ പേര് ജോർജ് എന്നല്ലേ? ആ മകനോടുള്ള കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, ആ സ്നേഹം കൊണ്ടാണ് കർത്താവ് എന്നെ അയച്ചത്. നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ കർത്താവ് അനേക പ്രാവശ്യങ്ങൾ നിങ്ങളെ അറിയിച്ചു. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ കർത്താവിന്റെ കരം നിങ്ങൾക്ക് ഭാരമായിട്ട് വെക്കാൻ പോകും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു, ആലോചന പറഞ്ഞു. ആ ദേവദാസൻ എവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ നമ്മുടെ വീട്ടിൽ ആലോചന പറയുമ്പോൾ അവരെ വിളിച്ചിട്ടല്ലേ വരുന്നേ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെയാണ് വന്നത്. എനിക്കറിഞ്ഞുകൂടാ എവിടുന്ന് വന്നു, അങ്ങനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാതെ പോലെ ദൈവത്തിന്റെ ആലോചന അറിയിച്ചു. ഇനി എനിക്ക് നിങ്ങളോടുമായിട്ട് ഒരു ബാധ്യതയുമില്ല. ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഗുണം, അല്ലെങ്കിൽ കർത്താവിന്റെ കരം നിങ്ങൾക്ക് ഭാരമായിരിക്കുമെന്ന് പറഞ്ഞു പോയി.
അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. ഞാനിവിടെ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് നല്ലതായിട്ട് പോകുന്ന ബിസിനസ്സില് അല്ലെങ്കിൽ കർത്താവിന്റെ കരം ഭാരമായിരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കർത്താവിന്റെ കരം ഭാരമായിരിക്കുമ്പോൾ ബിസിനസ്സിൽ കുറച്ച് ഇൻകം കുറയുമെന്ന്. അല്ല, കർത്താവിന്റെ കരം ഭാരമായിരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഏതൊരു മൊബൈൽ ഉപയോഗിച്ചാലും അതിന് ഇൻകമിങ് കോള് ഇല്ല, ഔട്ട് ഗോയിങ് കോളും ഇല്ല. അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാനും പറ്റില്ല, ഇങ്ങോട്ട് വിളിക്കാനും പറ്റില്ല. എന്റെ ഹസ്ബൻഡ് 3 വണ്ടി ഉണ്ടായിരുന്നു. ആ 3 വണ്ടി എന്റെ ഹസ്ബൻഡ് ബിസിനസ് കാര്യത്തിന് എവിടേക്കെങ്കിലും പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ട് ആകില്ല. അല്ലെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കുമ്പോൾ പറയും അല്ലെങ്കിൽ ഇതിന്റെ എഞ്ചിൻ കേടാണ്. എഞ്ചിൻ മാറ്റി കൊണ്ടുവന്ന് പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ഓണാകില്ല. പക്ഷെ വേറെ ആരെങ്കിലും ആ വണ്ടി ഓടിച്ചാൽ അത് നല്ലതായിട്ട് വർക്ക് ചെയ്യും. ലാപ്ടോപ്പ് ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, ആരുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരു മെയില്, കമ്പനി ആവശ്യത്തിന് വേണ്ടി ഒരു മെയിൽ അയക്കാൻ എന്റെ ഹസ്ബൻഡ് മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകില്ല, ആ ലാപ്ടോപ്പ് വർക്ക് ചെയ്യില്ല. എന്റെ ഹസ്ബൻഡ് ലാപ്ടോപ്പ് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാനും എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഓൺ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ഹസ്ബൻഡ് മനസ്സിലായില്ല എന്തുകൊണ്ടാ ഇങ്ങനെ ഞാനൊരു മെയിൽ അയക്കാൻ പോകുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ ഇത് എന്റെ കരമാ, നീ വിഷമിക്കണ്ട, നീ ഒന്നും മിണ്ടണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഹല്ലേലൂയ. ബിസിനസ് എല്ലാം ഡൗൺ ആയി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കോടികളുടെ പൈസ ഹല്ലേലൂയ ഒരു ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്ന് ബിസിനസിന്റെ കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ കിട്ടാനുള്ള സമയത്ത് അവര് പെട്ടെന്ന് മരിച്ചുപോയി. അല്ലെങ്കിൽ പിന്നെ ആരോടും ആ പൈസ ചോദിക്കാനില്ലല്ലോ. കോടികളുടെ നഷ്ടം. ഹല്ലേലൂയ. അങ്ങനെ നഷ്ടം വന്നു. എന്നാൽ നഷ്ടത്തിലൂടെ ഹല്ലേലൂയ ആ നഷ്ടത്തിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം ഒത്തിരിയേറെ ഞങ്ങൾ അനുഭവിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ ഈ കഷ്ടത്തിന് മുന്നേ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാടുകള് ഹല്ലേലൂയ പലരിലൂടെ കർത്താവിനെ അറിയിച്ചിരുന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് ഞങ്ങൾ ദുബൈയിലേക്ക് പോയപ്പോൾ കർത്താവ് എനിക്ക് ആലോചന തന്നിരുന്നു. കുഞ്ഞെ, എന്നോട് പേഴ്സണലായി ആലോചന പറഞ്ഞു, കുഞ്ഞെ നിന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ ഭൗതിക ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ഹല്ലേലൂയ 50 വർഷം വർക്ക് ചെയ്താലും അവിടെ ദുബൈയിൽ വർക്ക് ചെയ്താലും അതിനകത്തുനിന്ന് ഒരു പൈസ, ഒരു 5 രൂപ ഞാൻ ജോലി ചെയ്തിട്ട് ഇത്രയും രൂപ സമ്പാദിച്ചു എന്ന് പറയാൻ ഞാൻ കൊടുക്കില്ല കേട്ടോ. നീ അതിൽ ഭാരപ്പെടരുത്. ഇന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്നോട് ഉണ്ടായിരുന്നു. നിന്റെ മനസ്സ് ഹല്ലേലൂയ നീറിപ്പോകരുത്. നീ അത് ഒരിടത്ത് എഴുതി വെക്കാൻ പറയുമായിരുന്നു. ഞാൻ എന്റെ ബൈബിളിന്റെ ലാസ്റ്റ് പേജസില് കുറച്ച് ബ്ലാങ്ക് ആയിട്ടുണ്ടല്ലോ, വൈറ്റ് പേജസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ കഷ്ടതയിലും പ്രയാസത്തിലും ഒക്കെ ആയിരുമ്പോൾ ഞാൻ അതെല്ലാം വായിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുമായിരുന്നു. കാരണം കർത്താവ് അറിയിക്കാതെ നമുക്കൊന്നും ചെയ്യില്ല കേട്ടോ. അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹം ഒത്തിരി എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഈ കഷ്ടത്തിന്റെ നടുവിലാണ്, ആ കഷ്ടത്തിൽ കർത്താവിന്റെ കരം ഭാരമായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ അനുഭവിച്ച 2-3 ഇൻസിഡന്റ് ഹല്ലേലൂയ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം. എന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഹല്ലേലൂയ ഞാൻ അവിടെ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. എന്റെ കണ്ണിന്റെ ഒരു ദിവസം എഴുന്നേറ്റപ്പോ 2 കണ്ണിന്റെ കാഴ്ച പോയി. ഹല്ലേലൂയ 2 കണ്ണിന്റെ കാഴ്ചയില്ല. ഞാൻ ഇതുപോലെ തപ്പി നടന്നു. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിനെ DMC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അൽഷംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർക്ക് ആർക്കും ഇതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലായില്ല. അവസാനം തുമ്പൈ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്റെ കണ്ണിന്റെ റെറ്റീന ഡാമേജ് ആയിരിക്കുന്നു. എന്റെ കണ്ണിനകത്ത് ഗ്ലാൻസ് ലീക്ക് ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസലൊക്കെ ചുരുങ്ങി വർക്ക് ചെയ്യാതിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹല്ലേലൂയ അവര് പറഞ്ഞു, there is no proper medicine for this disease. കാരണം റെറ്റീന ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ഇതൊരു റെയർ കേസ് ഓപ്പറേഷൻ, ഞങ്ങൾ ഓപ്പറേഷൻ നടത്താം, പക്ഷേ റിസൾട്ട് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറഞ്ഞു. അവർക്ക് ഇത് ചികിത്സിച്ച് കാഴ്ച കിട്ടുമെന്നൊന്നും അവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലേസർ ഓപ്പറേഷൻ നടത്താം, 2 ഓപ്പറേഷൻ നടത്താം, അതിന് 27,000 ദിറംസ് കെട്ടിവെക്കാൻ പറഞ്ഞു. അത്രയും പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഒന്നാമത്തെ കഷ്ട സമയത്താണല്ലോ ഈ അസുഖം വന്നത്. എന്നാൽ ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. ഡോക്ടറിനോട് എന്തേലും പറഞ്ഞ് പോരണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഞാൻ ഭവനത്തിൽ ഇരിക്കുക, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ച് ഞാൻ ഭവനത്തിൽ ഇരിക്കുമ്പോഴേ കർത്താവ് എന്നോട് പറയുക, കുഞ്ഞെ നീ സ്കൂളിൽ പോയി വർക്ക് ചെയ്യാന്. തീരെ കണ്ണ് കാണത്തില്ല. ഇപ്പോൾ എനിക്ക് ഭാഗികമായിട്ടാണെങ്കിലും കാണും. അന്ന് എനിക്ക് തീരെ കാണത്തില്ലാത്ത അവസരത്തിൽ ഞാൻ എങ്ങനെ പോകും?
കർത്താവിനോട് കൽപ്പിച്ചു നീ സ്കൂളിൽ പോയി വർക്ക് ചെയ്യാൻ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട് കൽപ്പിച്ചതല്ലേ, ഞാനൊരു കുട്ടിയെ പോലെ അനുസരിച്ചു. ഒന്നി പഠിക്കുന്ന എന്റെ മോന്റെ കൈ പിടിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയി. ഹല്ലേലൂയ. എന്നെ മോളെ സ്കൂളിൽ ദുബൈയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഹല്ലേലൂയ. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുസ്ലിം സ്കൂളാണ്. അവിടെ ഞങ്ങൾ 3 ക്രിസ്ത്യാനികളെ ഉള്ളൂ. എനിക്ക് എന്റെ കൂട്ടുകാരോട് എന്റെ കണ്ണ് കാണില്ലെന്ന് പറയാൻ ലജ്ജ തോന്നി. കാരണം വേർ ഈസ് യുവർ ഗോഡ് എന്ന് ചോദിക്കില്ലേ? എന്റെ ദൈവം അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഞാൻ അവരോട് എന്ത് റീസൺ പറയും? അതുകൊണ്ട് എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ക്രിസ്ത്യൻ കൂട്ടുകാരിയോട് മാത്രം ഞാൻ പറഞ്ഞു, സ്റ്റീന, ഐ കനോട്ട് സീ എനിത്തിങ്, ഐ എം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് എന്ന് അവളോട് മാത്രം ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവൾ എനിക്ക് ലാപ്ടോപ്പ് ഒക്കെ ഓൺ ചെയ്ത് തരുമായിരുന്നു. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് കയ്യെ പിടിച്ച് പഞ്ചിങ് മെഷീൻ എടുത്ത് കൊണ്ടുവിട്ടു. ഞാൻ അവിടെ എല്ലാം തപ്പി നോക്കിയിട്ട് പഞ്ചിങ് മെഷീൻ കണ്ടില്ല, പഞ്ച് ചെയ്തില്ല. 2 ദിവസം ഞാൻ പഞ്ച് ചെയ്തില്ല. 2 ദിവസം ഞാൻ സൈൻ ചെയ്തത് മറ്റുള്ളവരെ സഹായിച്ചിട്ടും കോളം മാറിയാണ് സൈൻ ചെയ്തത്. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടുത്തെ പാകിസ്ഥാനി കുട്ടികൾ ഒത്തിരി കുസൃതികളാണ്. അവർക്ക് മനസ്സിലായി എന്റെ കണ്ണിന് തീരെ കാഴ്ചയില്ലെന്ന്. അപ്പോഴ് അവര് വെളിയിലിറങ്ങി കളിക്കാൻ പോകുമായിരുന്നു. സെക്യൂരിറ്റി പിടിച്ച് കൊണ്ടുവന്നത് വിടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടികളൊക്കെ വെളിയിലായിരുന്നല്ലോ എന്ന്. മറ്റുള്ള ടീച്ചേഴ്സ് ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ കുട്ടികളില്ല. അല്ലെങ്കിൽ അങ്ങനെ എംഡി ആയിട്ടുള്ള ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവർ വന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്നെ കാണിച്ചത് എനിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ടാ. അല്ലെങ്കിൽ എന്റെ കർത്താവ് അത്ഭുതകരമായി എന്നെ സ്നേഹിച്ചു. എനിക്ക് കാഴ്ചയുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ സൂപ്പർവൈസർ പലപ്പോഴും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൗ മെനി ചിൽഡ്രൻ ഹാസ് ടു പേ ദ ഫീസ് ഇൻ യുവർ ക്ലാസ് എന്ന് ചോദിക്കുമായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് കൊടുക്കാൻ ഫീസ് ഈ മാസം കൊടുക്കാൻ? എനിക്ക് രജിസ്റ്ററിൽ നോക്കി അത് എടുക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഹോളി സ്പിരിറ്റ് എനിക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു. അത് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സത്യമാണ്. എനിക്ക് നോക്കി അല്ലെങ്കിൽ ആ ദിവസത്തില് എനിക്ക് നോക്കി എത്ര കുട്ടികൾ പേ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് നോക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ആൻസർ പറഞ്ഞത് എന്നിൽ വ്യാപരിക്കുന്ന ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ എന്തെല്ലാം ആൻസർ പറഞ്ഞു അതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് ഒത്തിരി അനുഭവിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2 ദിവസം ഞാൻ വർക്ക് ചെയ്ത് 3-ാമത്തെ ദിവസം ഹല്ലേലൂയ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഈ കുട്ടികൾ കാണെ രാവിലെ മോർണിംഗ് പ്രെയർ ഉണ്ടല്ലോ, സ്കൂൾ പ്രെയർ, ആ സമയത്ത് സൂറ ചൊല്ലും. അതിനുശേഷം കർത്താവിനോട് പറയാ, ഈ കുട്ടികൾ കാണെ നീ ഉറക്കെ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഞാന് അവിടെ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നപ്പോ അവർ പറഞ്ഞിട്ടുണ്ട്, യു ആർ എ ക്രിസ്ത്യൻ ബട്ട് യു ഹാവ് നോ റൈറ്റ് ടു ഷെയർ ദ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഉറക്കെ പ്രാർത്ഥിക്കാന് കർത്താവ് എന്നോട് കമാൻഡ് ചെയ്തു. ഹല്ലേലൂയ. ഞാന് ഒന്നും നോക്കാതെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ലോർഡ് ലെറ്റ് മീ ഡിക്ലെയർ ദാറ്റ് യു ആർ ദ ലിവിംഗ് ഗോഡ്. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് എന്റെ കാഴ്ച തിരിച്ചു തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എനിക്ക് കാഴ്ച തിരിച്ചു തന്നു. അല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു, ഐ ക്യാൻ സീ എവറിത്തിങ് നൗ. എന്റെ കുഞ്ഞുങ്ങൾ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു. ആ സൗണ്ട് കേട്ടിട്ട് മറ്റുള്ള ക്ലാസ്സിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് വന്നു, കുട്ടികൾ വന്നു. അപ്പോഴേ എന്റെ കുഞ്ഞുങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ടീച്ചർ പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ച കിട്ടിയെന്ന്. മറ്റുള്ളവർ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ഗോഡ്? ജീസസ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ജീസസ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. എനിക്ക് യേശുവിനെ കുറിച്ച് പറയാനൊന്നും അവസരമില്ലായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാക്കും ഭാഷണം കൂടാതെ, ഒരു വാക്ക് പോലും പറയാതെ തന്നെ എന്റെ യേശു സർവശക്തനാണെന്നും എന്റെ യേശുവാണ് സാക്ഷാൽ ദൈവമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഒരു പൈസയും കൊടുക്കാതെ കർത്താവിനെ സൗഖ്യമാക്കി. എന്നെ കുറിച്ചുള്ള ദൈവത്തിന് ഇഷ്ടമായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ഞാൻ ഇത്രയും വിദ്യാഭ്യാസം തന്നു. എന്തിനാണെന്നോ? നീ എവിടൊക്കെ സ്കൂളിൽ പോകണം. ഒരു സ്കൂളിൽ തന്നെ പെർമനന്റ് ആയിട്ട് നിൽക്കാനല്ല എനിക്ക് നിന്നെ കുറിച്ചുള്ള ആഗ്രഹം. നീ എവിടൊക്കെ പോകുന്നു അവിടെ എല്ലാം എന്റെ സ്നേഹം നീ പകർന്നു കൊടുക്കണം. കഷ്ടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. രോഗികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതെല്ലാം സ്കൂളിൽ വർക്ക് ചെയ്തോ, ഏതെല്ലാം തീരാ രോഗികൾ ഉണ്ടായിരുന്നോ, ഏതെല്ലാം കഷ്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നോ, അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവിന്റെ സ്നേഹം പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സ്നേഹം പ്രത്യക്ഷത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സംഭവം കൂടെ, ഹല്ലേലൂയ, ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് സകലവും സാധ്യമാണ്. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാള് സമ്മതിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഹല്ലേലൂയ കർത്താവ് സൗഖ്യം തന്നു. ആ സമയത്ത് ആണ്
ഞങ്ങളുടെ ഹല്ലേലൂയ ഫ്ലാറ്റിന് റെന്റ് കൊടുക്കാൻ വഴിയില്ല, കാരണം ബിസിനസ് ഡൗൺ ആയിട്ടിരിക്കുകയാണല്ലോ. റെന്റ് കൊടുക്കാൻ വഴിയില്ലാത്ത സ്ഥാനത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് അൽനഖീൽ ബിൽഡിംഗിലെ 7th ഫ്ലോറിൽ 707 ആണ്. ആ 707 താമസിക്കുന്ന ഞങ്ങള് ഹല്ലേലൂയ റെന്റ് അൽനഖീൽ ബിൽഡിംഗ് നാഷണൽ പെയിന്റ് അൽനഖീൽ ബിൽഡിംഗ് ഫ്ലാറ്റ് നമ്പർ 707. ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ആ ഫ്ലാറ്റ് എന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ മാസവും ഞങ്ങൾക്ക് റെന്റ് കൊടുക്കണം. 1-ാം തീയതി രാവിലെ 7 മണിക്ക് വാച്ച്മാൻ വരും, അല്ലെങ്കിൽ അറബി വന്ന് നമ്മളോട് പൈസ ചോദിക്കും. അറബിയോട് നേരിട്ട് എടുത്ത ഫ്ലാറ്റ് ആണ്. അപ്പോഴേ ചോദിക്കുമ്പോൾ നമ്മള് കറക്റ്റ് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ മുൻകൂറായി ചെക്ക് കൊടുക്കണം. എന്നാല് എന്റെ ഹസ്ബൻഡിന് ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് എന്റെ സാലറിയും കൂടെ വർക്കേഴ്സിന് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോഴേ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിഷ്കളങ്കതയോടെ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ്. കർത്താവ് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റീസൺ പറയാൻ എന്നെ അനുവദിക്കല്ലേ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണോ, ഞങ്ങളുടെ എല്ലാ ഫ്ലാറ്റിലും വന്ന് രാവിലെ 1-ാം തീയതി രാവിലെ റെന്റ് ചോദിക്കും. എന്നാൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് റെന്റ് ചോദിക്കാതെ വണ്ണം കർത്താവ് അവരെ പൂർണ്ണമായി മറപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. 1 മാസമല്ല ചോദിക്കാത്തത്, 1 മാസമല്ല, 2 മാസമല്ല, 3 മാസമല്ല, 1 വർഷവും 7 മാസവും ഹല്ലേലൂയ വാച്ച്മാൻ അല്ലെങ്കിൽ അറബി ഞങ്ങളോട് റെന്റ് ചോദിച്ചേയില്ല. ഹല്ലേലൂയ. ഒരിക്കൽ പോലും ചോദിച്ചില്ല. ഞാൻ ആ ബിൽഡിങ്ങിന്റെ താഴെയാണ് സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വാച്ച്മാനുണ്ട്, അറബിയുണ്ട്, തിരിച്ചു വരുമ്പോഴും അവരെ കാണും. എന്നാല് ഒരിക്കൽ പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് റെന്റ് പേ ചെയ്യാത്തതെന്ന് എന്നോട് ചോദിച്ചില്ല. ഒരു റീസൺ പറയാൻ ദൈവം അനുവദിച്ചില്ല. അല്ലെങ്കിൽ എന്നാൽ ഇടയ്ക്ക് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കർത്താവെ, എന്റെ പൈസയൊക്കെ എമൗണ്ട് കൂടി വരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്നെ ജയിലിൽ കൊണ്ടിട്ടാൽ എന്നെ ഇറക്കാൻ ആരുമില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് വചനം തന്നിട്ടുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങും കർത്താവ് പറഞ്ഞു തന്നു, നീ ഇപ്പോഴൊന്നും മിണ്ടണ്ടായെന്ന്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഒത്തിരി ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഒരിക്കല് എന്റെ ക്ലാസ്സിലെ കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടി ഫീസ് അടച്ചില്ല. ഞാൻ അവിടെ മമ്മിയെ വിളിച്ചു, നിങ്ങളുടെ കുഞ്ഞു ഫീസ് അടച്ചില്ല, എത്രയും പെട്ടെന്ന് പേ ചെയ്യണം. അപ്പോഴേ ആ മമ്മി എന്നോട് പറയാ, എന്റെ ഹസ്ബൻഡ് ജയിലിലാണ്, അല്ലെങ്കിൽ ചെക്ക് മുടങ്ങി, 2 ചെക്ക് മുടങ്ങി, അല്ലെങ്കിൽ അപ്പോഴേക്കും ജയിലിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീസ് ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. അവരുടെ ഹല്ലേലൂയ 2 മന്ത് റെന്റ് മുടങ്ങിയപ്പോഴേക്കും അവരെ ജയിലിൽ പിടിച്ചിട്ടെങ്കിൽ അന്ന് ഞാൻ 1 വർഷവും 1 മാസവും കൂടെ ആയിരുന്നു എന്റെ റെന്റ് പെൻഡിങ്. അപ്പോഴേ എന്നെ ജയിലിൽ പിടിച്ചിടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി വിഷമിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ അന്ന് തീരുമാനിച്ചു, എന്റെ മമ്മിയോടും സഹോദരങ്ങളോടും ഒക്കെ പറയണം. കാരണം ജയിലിൽ പിടിച്ചോണ്ട് പോയെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ, അവരെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. പിറ്റേ ദിവസം എന്റെ അമ്മയോടും സഹോദരങ്ങളോടും ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഉറക്കം വരാതെ കിടന്നപ്പോഴേ കർത്താവിനോട് പറയാ, കുഞ്ഞെ, നീ എടുത്ത് ബൈബിള് വായിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ബൈബിള് വായിച്ചപ്പോ കിട്ടിയ വചനം ഇതാണ്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ആ വചനമാണ്. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയില്ല, ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. ആ വചനം കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. എനിക്കപ്പോൾ മനസ്സിലായി, എന്റെ അമ്മയോട് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ കർത്താവിനോട് പറയുന്നതാണ്. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, കർത്താവ് എനിക്ക് ഒരു ദോഷം ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയോട് സഹോദരങ്ങളോട് പറഞ്ഞില്ല, ലോകത്തിൽ ഒരു മനുഷ്യരോട് ഞാൻ പറഞ്ഞില്ല എന്റെ അവസ്ഥ ഇതാണെന്ന്. എന്റെ കുഞ്ഞുങ്ങളുടെ വിസ പുതുക്കാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവിന്റെ കരം ഭയരമായിരിക്കുകയാണല്ലോ. അല്ലെ, സ്വന്തം കമ്പനി ആണെങ്കിലും ആ വിസ പുതുക്കാൻ കഴിഞ്ഞില്ല. എന്റെ കൊച്ചു ഇളയമോന്റെ വിസ പുതുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അതൊന്നും ഞാൻ ഒരു മനുഷ്യരോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞു, 1 year 7 months കഴിഞ്ഞപ്പോൾ അറബി ഹല്ലേലൂയ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. സ്കൂളിൽ പോയിട്ട് ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് വന്ന സമയത്ത് ഹല്ലേലൂയ അദ്ദേഹം റൂമിലോട്ടൊക്കെ നോക്കി. ഹല്ലേലൂയ. ഞാൻ ഭയന്നു പോയി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഡിങ് മണിയുടെ റെസിപ്റ്റ് ഉണ്ട്. 47,000 dirhams പെൻഡിങ് ആണ്. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറയാ, ഐ ഡോണ്ട് നോ ദാറ്റ് വാട്ട് ഹാപ്പൻ ടു മീ, ഐ വാസ് ടോട്ടലി ഫോർഗോട്ടൻ ടു ആസ്ക് യു ദ റെന്റ്. അങ്ങനെ എന്നോട് പറഞ്ഞു, എനിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങളോട് റെന്റ് ചോദിക്കാൻ മറന്നുപോയിരുന്നു. ഞാൻ അന്നേരം താഴ്മയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, my husband's business was down, we were unable to pay the rent, so we were praying to God to keep us safe, that's why you forgot it.
ഹല്ലേലൂയ. ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് താഴ്മയോടെ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേ ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളെ സേഫ് ആയിട്ട് വെക്കണേ, അതുകൊണ്ടാണ് നിങ്ങൾ മറന്നുപോയതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സോറി പറഞ്ഞു താഴ്മയോടെ. അദ്ദേഹം ആ കൊറിഡോറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സമയം നടന്നു. ഹല്ലേലൂയ. കുറെ സമയം നടന്നു. കുറെ സമയം നടന്നപ്പോഴേ പിന്നെ അദ്ദേഹം, ഞാൻ വിചാരിച്ചു പോലീസിനെ വിളിക്കുമായിരിക്കും, ഞാൻ ഇപ്പോൾ പോയാൽ എനിക്ക് ആരോടൊന്നും പറയാൻ പോലും പറ്റില്ലല്ലോ എന്നോർത്ത് എന്റെ മനസ്സ് വേദനിച്ചു. എന്നാൽ അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്നോട് പറയുക, യു ഡോണ്ട് വറി, ഐ വിൽ നോട്ട് ടേക്ക് എനി ആക്ഷൻ അഗൈൻസ്റ്റ് യു. ഹല്ലേലൂയ. ഞാൻ എന്നോട് പറഞ്ഞു, ഈ 47,000 dirhams ഞാൻ നിങ്ങൾക്ക് ഇളച്ചു തന്നിരിക്കുന്നു, ഫ്രീ ആക്കി തന്നിരിക്കുന്നു എന്ന്, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന്. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ അപ്പൻ, ഞാൻ അപ്പനായി കണ്ട എന്റെ പിതാവ്, എന്റെ യേശു അപ്പ, ഹല്ലേലൂയ, അദ്ദേഹത്തോട് കൽപ്പിച്ചു, എന്റെ ഈ കുഞ്ഞിന് നീ ഇത്രയും പൈസ ഇളവ് ചെയ്ത് കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് കൽപ്പിച്ചാൽ ആർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഒരു 100 dirhams വേണ്ടി ഹല്ലേലൂയ പോലീസിനെ വിളിക്കുന്നതാണ് അറബികള്. അവർക്ക് ക്ഷമയില്ല, കാരണം നമ്മള് അവരുടെ നാട്ടുകാരല്ലല്ലോ. 100 dirhams വേണ്ടി പോലീസ് 999 വിളിച്ചാൽ മതി, പോലീസ് വരും. എന്നാൽ ഇത്രയും വലിയ എമൗണ്ട്, ഓൾമോസ്റ്റ് 10 lakh, അന്ന് അത്രയുമാണ്, 10 ലക്ഷം രൂപ എനിക്ക് അഴച്ചു തരാൻ എന്റെ സ്വർഗത്തിലെ അപ്പൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ കഷ്ടത്തില്, വിഷമത്തില്, അല്ലെങ്കിൽ കടം കൊടുത്തിട്ട്, അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനില്ലാതെ, പൈസക്ക് നിവൃത്തിയില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, ട്രീറ്റ്മെന്റിന് പൈസ ഇല്ലാതിരിക്കുന്ന ആളാണോ? എന്റെ യേശു അപ്പച്ചാക്ക് ഹല്ലേലൂയ മറ്റുള്ളവരോട് കൽപ്പിക്കാൻ പറ്റും. നിനക്ക് വേണ്ടി യേശു അപ്പച്ച കൽപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി കൽപ്പിച്ച ദൈവം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ആ അറബിയോട് കൽപ്പിച്ച ദൈവം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്വർഗവും ഭൂമിക്കും സകല അധികാരം ആ ദൈവത്തിനുണ്ട്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. ഭാരത്തിലൂടെ കഷ്ടത്തിലൂടെ ആണെങ്കിലും ആരും വിഷമിച്ചു പോകരുത്. ഒരു സംഭവം കൂടെ, 1-2 സംഭവം കൂടെ പറയാന് ഹല്ലേലൂയ ഞാൻ ആഗ്രഹമുണ്ട്. ഒരിക്കലും എന്റെ ഇളയ മോന്റെ വിസ പുതുക്കിയിട്ടില്ല. ആ വിസ പുതുക്കാതിരുന്ന സമയത്ത് ഷാർജയിലെ എല്ലാ ബിൽഡിങ്ങിലും CID വന്നിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. അവരെ അടിക്കത്തൊന്നുമില്ല, പക്ഷെ വിസ പുതുക്കുന്ന അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ വിസ പുതുക്കുമ്പോഴേ തിരിച്ചു വിടത്തുള്ളൂ. അങ്ങനെയാണ്. അന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടി, എല്ലാ ഫ്ലാറ്റും കയറി ചെക്ക് ചെയ്യുന്നുണ്ട് CID എന്ന്. ഒരു ദിവസം രാത്രി ഞാനും എന്റെ കുഞ്ഞുങ്ങളുടെ തന്നെ ഉള്ളപ്പോഴേ ഒരു CID കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, ഷോ മീ യുവർ ID കാർഡ്, എമിറേറ്റ്സ് ID കാണിക്കാൻ പറഞ്ഞു. എന്റെ ID കാർഡ് ഞാൻ എടുത്തു, എന്റെ കുഞ്ഞിന്റെ ID കാർഡും അതിനടിയിൽ വെച്ച് കൊടുത്തു, കാരണം കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോഴേ അവര് അനുസരിച്ച് നോക്കത്തുള്ളൂ. എന്റെ രേഖകളൊക്കെ, എന്റെ ID കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ കുഞ്ഞിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞ് അവന്റെ വിസ പുതുക്കിയിട്ട് കർത്താവ് അത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പുതുക്കിയിട്ട് ആ 2 ID കാർഡും കൂടെ അദ്ദേഹത്തെ എടുത്ത് കാണിച്ചു. എന്റെ എക്സ്പയറി ഡേറ്റ് അദ്ദേഹം നോക്കിയപ്പോ എല്ലാം കറക്റ്റ് ആണ്. എന്റെ കുഞ്ഞിന്റെ ഡേറ്റ് നോക്കാൻ എന്റെ നെഞ്ച് അല്ലെങ്കിൽ ഇടിക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് കൂടി വരുന്നു. കാരണം എന്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ അവന്റെ എക്സ്പയറി കഴിഞ്ഞതാണ്. എന്റെ കുഞ്ഞിന്റെ ID കാർഡ് എടുക്കാൻ കയ്യിലെടുത്തപ്പോൾ കർത്താവ് ഇടപെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഡേറ്റ് നോക്കാനായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന് അർജന്റ് ഒരു കോള് വന്നു. താഴെ നിന്ന് അറബിക്കിൽ ഒരു കോള് വന്നു. അദ്ദേഹം എന്റെ കയ്യിൽ ഈ 2 കാർഡും കൂടെ, അദ്ദേഹം വിചാരിച്ചു കാണും എന്റെ അതേ ഡേറ്റ് ആണ് എന്റെ കുഞ്ഞിന് വന്ന് ഒരുമിച്ച്. സാധാരണ എങ്ങനെയാണല്ലോ എമിറേറ്റ്സ് ID കാർഡ് എടുക്കുമ്പോൾ എന്റെ അതേ എക്സ്പയറി ഡേറ്റ് ആണ് കുഞ്ഞിനും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലെ. അദ്ദേഹം എന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നിട്ട് താഴോട്ട് പോയി. ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോഴേ പോലീസിന്റെ വാഹനം ഇവിടെ കിടപ്പുണ്ട്. കുറെ പേര് അതിനകത്ത് കരയുന്നുണ്ട്. കൊച്ചുകുട്ടികളുണ്ട്, ഏറ്റവും പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കരയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ വിസ പുതുക്കാത്തവരൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം. എന്നാൽ അത്ഭുതകരമായി കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം എത്ര വലിയതാ. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളുണ്ട്. 100 കണക്കിന് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ. അല്ലെങ്കിൽ കർത്താവിന്റെ കരുതലുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വിസ പുതുക്കാത്ത എന്റെ കുഞ്ഞിന് വേണ്ടി, ഹല്ലേലൂയ, ID കാർഡ് ഇല്ലാത്ത, വിസ പുതുക്കാത്ത എന്റെ കുഞ്ഞിനെ സ്കൂളിൽ പഠിപ്പിക്കാൻ യാതൊരു നിവൃത്തിയില്ല. എന്നാൽ അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് പറയാ, നീ പഴയ ID കാർഡും കൊണ്ട് പോകാന്.
ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന റൂമില് എനിക്ക് ഈ ID കാർഡ് കൊണ്ട് പോകാൻ പേടിയാ. നീയാണ് എന്നോട് സംസാരിക്കുന്നെങ്കിൽ എന്നെ തൊടണമേ കർത്താവെ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ആ റൂമിൽ ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, എന്റെ കർത്താവിന്റെ കരം എന്നെ തൊട്ടു. എന്റെ താടിയിൽ ഒരു വിരല് കൊണ്ട്, തണുത്ത കൈ കൊണ്ട് തൊട്ടാൽ എങ്ങനെയാകും നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതുപോലെ എന്റെ കർത്താവിനെ തൊട്ടു. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ എന്ന് പറഞ്ഞ് എന്നെ തൊട്ടു. ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസം ഹല്ലേലൂയ എന്റെ കുഞ്ഞിന്റെ ഹല്ലേലൂയ പേരൻസ് കോൺട്രാക്ട് പുതുക്കാൻ എല്ലാ വർഷവും ദുബൈയില് UAE പഠിക്കുന്നവർക്ക് പേരൻസ് കോൺട്രാക്ട് സൈൻ ചെയ്യണം. അതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ്. ആ പ്രോസസ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിനെ ആ സ്കൂളിൽ പഠിപ്പിക്കില്ല. നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ എമിറേറ്റ്സ് ഐഡി, കുഞ്ഞിന്റേതും നമ്മുടേതും എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അവരത് സ്കാൻ ചെയ്തിട്ട് നോക്കിയിട്ടേ എന്റെ കുഞ്ഞിന്റെ പേരൻസ് കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, നീ പഴയ ID കാർഡ് കൊണ്ടുപോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നപ്പോൾ അവർ ഈ പാസ്പോർട്ട് എന്റെ കുഞ്ഞിന് എക്സ്പയറി ആയതാന്ന് ഞാൻ പറഞ്ഞില്ല. ID കാർഡ്, എന്റെ ID കാർഡ് എല്ലാം സ്കാൻ ചെയ്തു. അപ്പോഴൊരു കമ്പ്യൂട്ടർ നമ്മളെ നോക്കിയിരിക്കുന്നു, പേരൻസിനെ ഫേസ് ചെയ്തിരിക്കുക, ഒരു കമ്പ്യൂട്ടർ സാറിനെ ഫേസ് ചെയ്തിരിക്കുക. അന്നേരം അദ്ദേഹം ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അക്കൗണ്ടന്റ് എന്തോ സംസാരിക്കാനായിട്ട് ഓടി വന്നു. ഇദ്ദേഹത്തോട് എന്തോ ഒക്കെ ചോദിച്ചു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴേ ഇൻഫർമേഷൻ വരിക, കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻ വരിക, പ്ലീസ് ചെക്ക് യുവർ സ്റ്റുഡൻസ് ID കാർഡ് ഡീറ്റെയിൽസ് എന്ന്. കാരണം എന്റെ കുഞ്ഞിന്റെ ID കാർഡിന്റെ എക്സ്പയറി കഴിഞ്ഞതാണല്ലോ, മെമ്മറൈസ് ഐഡിയുടെ കാർഡ്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇൻഫർമേഷൻ വന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സാർ അത് കാണാതെ കർത്താവ്, ഹല്ലേലൂയ, അദ്ദേഹത്തെ എൻഗേജ്ഡ് ആക്കി. കർത്താവിന്റെ സ്നേഹം എത്ര വലിയതാ. അദ്ദേഹം ആ ഇൻഫർമേഷൻ വന്നത് കണ്ടില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആധാർ കാർഡ് എടുക്കും പോലെ തന്നെ എനിക്ക് OTP നമ്പർ വന്നു. ഞാൻ ആ OTP നമ്പർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്റെ കുഞ്ഞിന്റെ പേരൻസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. അവിടെ 1 വർഷം നഷ്ടപ്പെടാതെ എന്റെ കുഞ്ഞിന് പഠിക്കാൻ കർത്താവ് അവസരം ഒരുക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒരൊറ്റ മനുഷ്യരറിയാതെ എന്റെ കുഞ്ഞിന്റെ പേരൻസ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ ഒത്തിരി നേരിയ വിഷയമാണ്. ഇന്ന് ഞാൻ വളരെ അത്ഭുതത്തോടെ ഇന്നും ഞാൻ ഓർക്കാറുണ്ട് എന്റെ അപ്പന്റെ സ്നേഹം എത്ര വലിയതാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ദീർഘനാളുകള്, ഹല്ലേലൂയ, അങ്ങനെ ദീർഘനാളുകൾ ഞങ്ങൾ അവിടെ ആയിരുന്നു. എല്ലാ ദിവസവും കർത്താവിന്റെ കാര്യത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു. ഒരു ദിവസം, ഒരു ന്യൂ ഇയറിൽ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ കർത്താവിന്റെ കരം ഭാരമായിരുന്നു, മടുത്തു. ഒരു ദിവസം കർത്താവിന്റെ സഭയിൽ സമർപ്പിച്ചു. ഞങ്ങള് ഇനി കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. അങ്ങനെ സമർപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് അടച്ചു വെച്ച വഴികളെല്ലാം കർത്താവ് തുറന്നു. ഹല്ലേലൂയ. ഞങ്ങൾ വിചാരിച്ചു കോടികളുടെ ഹല്ലേലൂയ ബാധ്യതകൾ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ നമ്മള് എയർപോർട്ടിൽ വരുമ്പോ നമ്മളെ കടത്തി വിടത്തില്ല, നമുക്ക് ട്രാവലിംഗ് ബാൻ ചെയ്യും. ഞങ്ങള് പരിചയമുള്ള അറബിയെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു ബാധ്യതയുമില്ല. എല്ലാ ബാധ്യതയും അപ്പൻ കൊടുത്തു തീർത്തു. ഹല്ലേലൂയ. എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നോർമൽ വേയിൽ വരാൻ തക്കവണ്ണം അല്ലെങ്കിൽ കർത്താവ് എല്ലാ വഴികളും ക്രമീകരിച്ചു. കർത്താവ് ഹല്ലേലൂയ ഞങ്ങളെ ബോംബെയുടെ പ്രദേശത്തേക്ക് അയക്കാൻ കർത്താവ് പറഞ്ഞിരുന്നത് പോലെ ഞങ്ങളെ നാട്ടിൽ നിർത്തിയിട്ട് ഇവിടേക്ക് ഹസ്ബൻഡ് വന്നു. കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു സാധനം കൊണ്ടുപോകണ്ട, ഒരു തിങ്സും കൊണ്ടുപോകണ്ട, ഡ്രസ് മാത്രം കൊണ്ടുപോയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന്. അതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സ്നേഹം ഒത്തിരി വലുതാ. ഇവിടെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഓരോ ആൾക്കാരെ കൽപ്പിച്ചാക്കി. നാട്ടിൽ ഞങ്ങളെ നിർത്തിയിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. ഹല്ലേലൂയ. നാട്ടിൽ ഞങ്ങളെ നിർത്തിയപ്പോഴ് ഹല്ലേലൂയ കർത്താവിന്റെ ഒരു വലിയ സ്നേഹം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദീർഘനാളുകൾ താമസിക്കാതിരുന്ന കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴും ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയ. ഹല്ലേലൂയ. തീരെ വെള്ളമില്ലാതെ ഞങ്ങൾ ദുബൈയിൽ നിന്ന് പോയി എവിടുന്ന് വെള്ളം കോരും ഞങ്ങൾക്കറിയില്ല. എല്ലാരും ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കെട്ടിൽ വെള്ളമില്ല, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് വെള്ളം കിട്ടാനാ പ്രാർത്ഥിക്കുന്നത് എന്ന്. എല്ലാരും ഒക്കെ ചിരിച്ചു കേട്ടോ. എന്നാല് അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ കിണറ്റില് വെള്ളം കർത്താവ് തന്നു. ഒരു തൊട്ടി ടാങ്ക് അടിക്കാന് മോട്ടർ അടിക്കാനൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒരു തൊട്ടി മുങ്ങാൻ മാത്രം വെള്ളം. ഞങ്ങൾ എത്ര നാൾ അവിടെ താമസിച്ചു, അത്രയും നാൾ ആ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇവിടേക്ക് ബോംബെയിലേക്ക് ഫ്ലാറ്റ് എടുക്കാനും താമസ സൗകര്യം അറേഞ്ച് ചെയ്യാനും ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് പോന്നപ്പോഴേ കർത്താവ് ചെയ്ത ഒരു ഉപകാരമാണ്. അല്ലെ, ഞങ്ങളുടെ 1000 rupees തന്നിരുന്നു ചെലവിന് വേണ്ടി. അപ്പോഴെന്റെ മോന്
ട്യൂഷന് പോകുന്നത് വടശ്ശേരിക്കരയാണ്. റാന്നി ഇടമണിയിൽ താമസിക്കുന്ന ഞങ്ങള് വടശ്ശേരിക്കര വരെ ബൈക്ക് ഓടിച്ചു പോകും, എന്നും പോകും. അവിടെ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ്. പ്രായം ചെന്ന അധ്യാപകൻ. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവും മാത്സ്. അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. ഒരു ദിവസം പോലും ആ ട്യൂഷൻ മുടക്കിയിട്ടില്ല. എന്നാല് ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഇത്രയും പൈസ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട് പെട്രോൾ അടിച്ചു. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ആ ടാങ്ക് ഫുള്ളെന്ന് കാണിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണോ, 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ പപ്പ തിരിച്ചു വന്നത്. അവിടെ ഒരു ജനുവരി 21 3 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ 3 മാസം അന്ന് അടിച്ച പെട്രോൾ തീരാതെ കർത്താവ് സൂക്ഷിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ കരം അനുകൂലമായി ചലിക്കാൻ തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ആദ്യം അടിച്ച 500 രൂപ പെട്രോൾ ഞങ്ങളുടെ വരെ പിന്നെ ഒരിക്കൽ പോലും അല്ലെങ്കിൽ കർത്താവ്, ഹല്ലേലൂയ, കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. അല്ലേ, അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് വന്നപ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് വന്നപ്പോൾ അനേക സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞങ്ങള് ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടി റൂം അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആ കോവിഡിന്റെ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു ഇൻകവും ഇല്ലായിരുന്നു. ഞങ്ങളിവിടെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ കോള് അടിക്കും, കോളിംഗ് ബെല്ല് കേൾക്കാം. ആ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പട്ടേൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ പട്ടേൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ചർച്ചിലുള്ളവരല്ല, നമ്മൾക്ക് പരിചയമുള്ളവരല്ല, ആ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരോട് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് ഈ അവിടെ താമസിക്കുന്ന ആൾക്ക് 2000 റുപ്പീസ് കൊണ്ട് കൊടുക്കാന്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഗ്യാസ് തീർന്നു പോയി. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഗ്യാസ് തീർന്നു പോയത്. അപ്പോഴ് പെട്ടെന്ന് വിഷമായി പോയി. കുഞ്ഞിനെ സ്കൂളിൽ അയക്കണം. ഹല്ലേലൂയ. കുക്കിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനപ്പോൾ പെട്ടെന്ന് എനിക്ക് കർത്താവ് എന്റെ ഉള്ളിൽ വചനം തന്നു. അല്ലെങ്കിൽ സാരേപാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് കൂടി വന്നല്ലോ, അതുപോലെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു പ്രവാചക ശിശുവിന്റെ ഭാര്യ എണ്ണ, ഹല്ലേലൂയ, അത് കൂടി വന്നു. എത്ര പാത്രം കൊണ്ട് അതിൽ മുഴുവൻ നിറഞ്ഞു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് പാർഷ്യാലിറ്റി ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കും അല്ലെങ്കിൽ ഈ ഗ്യാസ് തീർന്നു പോയെങ്കിലും അതിനകത്ത് കൂട്ടി തരണേ എന്ന് ഞാൻ പറഞ്ഞ് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പറഞ്ഞു, നീ അതൊന്ന് കുലുക്കിയിട്ട് പിന്നെയും കത്തിച്ചു നോക്കാൻ, അല്ലെങ്കിൽ കത്തിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാനത് കുലുക്കി കത്തിച്ചപ്പോഴത് കത്തി. ഹല്ലേലൂയ. ഒരു 16 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് 1000 റുപ്പീസ് ആണ് അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടത്. 16 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് 1000 റുപ്പീസ് കിട്ടി. ഞങ്ങള് അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റി വെച്ചു. പിന്നെ ചായ നോക്കിയപ്പോഴേ പിന്നെ ആ ഗ്യാസ് കത്തിയില്ല. ഹല്ലേലൂയ. 16 ഡേയ്സ് കർത്താവ് ഞങ്ങൾക്ക് ഗ്യാസ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. ഹല്ലേലൂയ. ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവമാണ്, അല്ലെങ്കിൽ സാരേപാത്തിന്റെ വിധവയുടെ ദൈവം എന്റെ ദൈവമാണെന്ന് പറയാന്റെ കോണം കർത്താവ് അത്ഭുതങ്ങളിലൂടെ വഴി നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളിലൂടെയാണ് കർത്താവ് വഴി നടത്തുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ ഞങ്ങളെ കർത്താവ് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു നന്മയും മുടക്കാതെ വണ്ണം കർത്താവിന്റെ പ്രസൻസ് എന്നും അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ദൈവസേനയിലായിരിക്കുന്നത്. ഒരുപക്ഷെ വിചാരിച്ചേക്കാം എന്റെ കണ്ണ് തുറക്കാൻ പോലും വയ്യാത്ത ഘട്ടത്തിലാണ്. ഹല്ലേലൂയ. ഡോക്ടർ അനേക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ആർക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന്. ഞാൻ വിദേശത്ത് പോയി കർത്താവിന്റെ സാക്ഷിയൊക്കെ വഹിച്ചിട്ട് വന്നപ്പോഴേ എനിക്ക് തീരെ കണ്ണ് കാണത്തില്ല. ഞാൻ ഓൾറെഡി 4 മന്ത് ലീവ് എടുത്തു. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഞാൻ 4 മന്ത് ലീവ് എടുത്തു. ഞാൻ പിന്നെ പോകാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം എന്റെ കണ്ണ് തീരെ കാഴ്ചയില്ല. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മനസ്സിലായില്ല ഇത് എന്താണെന്ന്. ഞാൻ വിചാരിച്ചു എന്റെ റെറ്റീന പിന്നെയും അല്ലെങ്കിൽ ഡാമേജ് ആയതാണോ അല്ലെ എന്ന് വിചാരിച്ചു വിഷമിച്ചു. എന്നാൽ എന്റെ ഒരു കൂട്ടുകാരി നിർബന്ധിച്ച് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാ ടെസ്റ്റും ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കാറ്ററാക്ട് ആണ്, തിമിരം. ആ തിമിരം കൊണ്ട് ഒന്ന് മൂടിയിരിക്കുന്നത് കൊണ്ടാണ് കാഴ്ച നഷ്ടമായിരിക്കുന്നത്. അതിന് വരുന്ന ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം അനുവദിച്ചാല് ഓപ്പറേഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് തക്ക സമയത്ത് വഴികളൊക്കെ തുറക്കും. എന്നാൽ കർത്താവിന്റെ ഹല്ലേലൂയ ആലോചന ചോദിച്ചിട്ടാണ് ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം കർത്താവ് എന്നോട് പറഞ്ഞു പൊക്കോളാന്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഫെബ്രുവരി 1 ഞാൻ ജോലിക്ക് തിരിച്ചു കയറി. ആ ജോലിക്ക് തിരിച്ചു കയറിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ആന്റി എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ആലോചന പറഞ്ഞു, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പടെയായി അയക്കും. കേൾക്കണോ, ഞാൻ ജനുവരി
ഫെബ്രുവരി 1 ഞാൻ ജോലിക്ക് തിരിച്ചു കയറിയ ആ ദിവസം ഈ ഹല്ലേലൂയ ഈ ഉല്ലാസ് നഗറിൽ ഹല്ലേലൂയ സ്റ്റേഷനിൽ പോകാൻ ഒരു 10 മിനിറ്റ്സ് നടക്കണം. ഷോർട്ട് കട്ടിലാണ് ഞാൻ പോകുന്നത്. 10 മിനിറ്റ്സ് നടക്കണം. ആ 6 മണിക്ക് ഭയങ്കര ഇരുട്ടായിരുന്നു. ഞാൻ ബിഫോർ 4 മന്ത് പോയപ്പോഴേ ഇരുട്ടില്ലായിരുന്നു, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറെ ദിവസം കൂടി ഞാൻ ഈ കണ്ണ് കാണാതെ ഞാനിങ്ങനെ പോയപ്പോഴേ ആ റെയിൽവേ ട്രാക്കിൽ നോക്കി എന്റെ ദൈവമേ എന്ന് വിളിച്ചു. കാരണം ഞാൻ എങ്ങനെ എന്റെ ട്രെയിൻ പോകും, എങ്ങനെ പോകും, എനിക്ക് തീരെ കാണത്തില്ല. അങ്ങനെ ഞാൻ എന്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോഴ് എനിക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോഴ് എന്റെ മുന്നിൽ ഒരാൾ നടക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്ക് ഞാൻ ഒരാളുണ്ടല്ലോ, വലിയ സമാധാനമായി, ഒരാളുണ്ടല്ലോ എന്റെ കൂടെ. ഞാൻ അദ്ദേഹത്തിന് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഫോളോ ചെയ്തു. കാരണം അതിനടുത്ത് ആരെങ്കിലും കഞ്ചാവ് അടിക്കുന്നവരോ പിടിച്ചു പെരുക്കാറുണ്ടെങ്കിൽ എന്റെ മൊബൈലും ബാഗും ഒക്കെ കൊണ്ടുപോകും. എനിക്ക് ആരും കണ്ണും കാണത്തില്ല ഓടാന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാനായിട്ട് ഞാൻ ചെന്നപ്പോഴേ അദ്ദേഹം അവിടെ നിന്നു, ആ ട്രാക്കിൽ തന്നെ നിന്നു. ഞാന് സ്റ്റേഷനിലോട്ട് കയറി, അദ്ദേഹം കയറിയില്ല. ഞാൻ തിരിച്ചു നോക്കി ആരായിരുന്നു എന്റെ കൂടെ വന്നിരുന്നേ. ഞാൻ എന്റെ ഉള്ള കണ്ണിന്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കിയപ്പം അദ്ദേഹം നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് അദ്ദേഹം ഡിസപ്പിയർ ആയിപ്പോയി. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി നേരം അവിടെ നിന്ന് കരഞ്ഞു. ഹല്ലേലൂയ. എന്നാണെന്ന് കരഞ്ഞത് എനിക്ക് പെട്ടെന്ന് അപ്പൊ എന്റെ മനസ്സിൽ വന്നു, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. എന്റെ മുമ്പിൽ നടന്നു വന്നത് എന്റെ കർത്താവിന്റെ ദൂതനാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. എന്നോട് ഹല്ലേലൂയ ഗ്രേസി ആന്റി ആലോചന പറഞ്ഞ ഹല്ലേലൂയ ആ വചനം ഹല്ലേലൂയ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ എന്റെ കൂടെ എന്റെ ദൂതനെ കർത്താവ് അയച്ചല്ലോ. ആദ്യത്തെ ദിവസം എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ കൺഫേം ചെയ്തു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നും ട്രെയിനിൽ ഇരുന്നപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞെ, നിന്നെ കുറിച്ചുള്ള എന്റെ ഉദ്ദേശങ്ങൾ ഇന്നതൊക്കെയാണ്. നീ സൗഖ്യമായിരിക്കുമ്പോൾ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ എനിക്ക് വേണ്ടി നിൽക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ചു. ഹല്ലേലൂയ. എന്തൊക്കെ കർത്താവ് എനിക്ക് പറഞ്ഞു ചെയ്തു. കണ്ണു കാണാതെ ഞാൻ ഡയറിക്കകത്തതെല്ലാം എഴുതി വെച്ചു. ഇപ്പോഴതെനിക്ക് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നീട് അതൊരു വലിയ സാക്ഷ്യമായിട്ട് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ഇന്നയോളം എന്റെ കർത്താവ് എന്നെ നടത്തി 1000 കൂട്ട അനുഭവങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 1% പോലും ആയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് എന്റെ മനസ്സിൽ തന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വരുന്ന നാളുകളിൽ കർത്താവിന്റെ അതിശ്രേഷ്ഠകരമായിട്ടുള്ള ഹല്ലേലൂയ വീര്യപ്രവൃത്തികള് ഹല്ലേലൂയ ചെയ്യുന്ന ഹല്ലേലൂയ ഒരു ജനമായിട്ട് കർത്താവ് ജാതികളുടെ ഇടയിൽ ഞങ്ങള് ഹല്ലേലൂയ നിൽക്കാൻ തക്കോണം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. സമയം കഴിഞ്ഞോ സിസ്റ്ററെ? ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ സ്നേഹം വർണ്ണിക്കാൻ തക്കോണം സമർപ്പിക്കുന്നു. പലയിടങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങൾ കർത്താവിന്റെ വേല ഓരോ സ്ഥലങ്ങളിൽ സഭകളില്ലാത്ത സഭകളിൽ കർത്താവിന്റെ ഹല്ലേലൂയ കൂടിവരവ് തുടങ്ങാറുണ്ട്. അവിടൊക്കെയും ഏതൊക്കെ രോഗികള് കടന്നു വരുന്നുണ്ടോ, സഭയിൽ ഏതൊക്കെ രോഗികള് ഏതൊക്കെ ഭൂതഗ്രസ്തര് കടന്നു വരുന്നുണ്ടോ അവർക്കെല്ലാം സൗഖ്യം കിട്ടിയാണ് പോകുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തില് കർത്താവെ, ഞങ്ങൾക്ക് ഒരു കൃപയും വരങ്ങളും ഇല്ലാത്തവരാണല്ലോ. ഞങ്ങൾ കർത്താവിന്റെ വിലക്ക് പോയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാകുമെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്നോട് ഒരു കാര്യം പറയാ, കുഞ്ഞെ, ഒരു സ്ഥലത്ത് ഒരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ ആ പേഷ്യൻസ് ഒക്കെ ആ ഡോക്ടറിനെ തേടിയാണ് പോകുന്നത് അല്ലേ. പേഷ്യൻസ് ഒക്കെ ഡോക്ടർ ഒരിക്കലും ഒരു പേഷ്യന്റിനെ തേടി പോകാറില്ല. പേഷ്യൻസ് ഡോക്ടറിനെ തേടി അവിടെ എത്തും, എത്ര ദൂരെയാണെങ്കിലും. അതുപോലെ നീ എവിടെ പാർക്കുന്നോ അവിടെ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ രോഗികളെയും ദുഃഖിതരെയും പീഡിതരെയും കൊണ്ടുതരും. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനത്തിൽ ഏതൊക്കെ രോഗികള് ദുഃഖികള് കൂടുന്ന സമയത്ത് അനേകര് കടന്നു വന്നു. തൊട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞു. തൊട്ട് പ്രാർത്ഥിച്ചു സൗഖ്യം പ്രാപിച്ചിട്ടാണ് പോയത്. ക്യാൻസർ വന്നിട്ട് മരണത്തിന് ഹല്ലേലൂയ 2 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആൾക്കാർ വന്നിട്ടുണ്ട്. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് അല്ലെങ്കിൽ വന്നിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ വിട്ടു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നമ്മളിലൂടെ ദൈവത്തിന്റെ ശക്തി പുറപ്പെടും. ആകയാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാള് ഒരിക്കലും പതറിപ്പോകേണ്ട ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ടെങ്കിലും ആ കഷ്ടത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വലിയൊരു സാക്ഷ്യവുമായിട്ട് പുറത്തു വരും. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ കർത്താവ് എന്റെ കണ്ണിനും സൗഖ്യം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഹല്ലേലൂയ. എന്റെ കണ്ണ്
ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരു പക്ഷേ മനസ്സിലാകും ഈ ടീച്ചറിന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന്. അതോർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രസൻസ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഹല്ലേലൂയ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വരുന്ന നാളുകളിൽ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാനും കർത്താവിന് വേണ്ടി നിൽക്കാനും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് എന്നെ ഹല്ലേലൂയ എന്റെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച ഈ പ്രിയ ദേവദാസിക്ക്, റേച്ചൽ സിസ്റ്ററിന്, ആ കുടുംബത്തിന് നന്ദി സ്നേഹവും അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, കർത്താവിന്റെ കരുതല് ഇത്രത്തോളം സമയം പറയാൻ തക്കോണം ഇടയാക്കിയല്ലോ കർത്താവേ. എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച എന്റെ കർത്താവ്, ഈ കേൾവിക്കാരായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അവരുടെ രോഗത്തിന്റെ അവസ്ഥയില്, ദുഃഖത്തിന്റെ അവസ്ഥയില്, ഹല്ലേലൂയ, കഷ്ടത്തിന്റെ അവസ്ഥയിൽ കൂടിയിരുന്നവരെ വിടുവിക്കണമേ. ഹല്ലേലൂയ. സാക്ഷാൽ ദൈവമായവൻ നിന്റെ മക്കളോട് ഹല്ലേലൂയ മനസ്സലിഞ്ഞ് അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പോലെ കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള വചനപ്രകാരം, ആ വചനപ്രകാരമുള്ള അനുഗ്രഹം നിന്റെ മക്കളുടെ മേൽ വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേട്ട എല്ലാവരെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് അന്ത്യകാലമാണ്. അനേകർ ക്രിസ്തുവിന്റെ സ്നേഹം അറിയാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാനും ഇടയാകണമേ. ആ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ എല്ലാവരും അവകാശികളായി ക്രിസ്തുവിന്റെ സ്നേഹം അതിന്റെ ആഴത്തിൽ അനുഭവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അപ്പാ. ദേഹം ദേഹി ആത്മാവ് സമസ്തം അങ്ങേക്ക് പ്രവർത്തിക്കാനുള്ള ഹല്ലേലൂയ മാധ്യമമായി ഞങ്ങളെ ഉപയോഗിക്കണമേ അപ്പാ. സമർപ്പിക്കുന്നു എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കരുതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. 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 കർത്താവിന്റെ ദാസി ഇത്രത്തോളം സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചതിന് കർത്താവിന്റെ ദാസിക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയെ പിന്നെയും ബലപ്പെടുത്തിട്ട് ദേവദാസി ശുശ്രൂഷയിൽ കർത്താവ് വളർത്തിയെടുക്കട്ടെ. ആമേൻ. സ്തോത്രം. സ്തോത്രം കർത്താവിന്റെ ദാസി.